നമുക്ക് അടുത്തതായി നമ്മുടെ പ്രൊഡ്യൂസർ ആയ സന്തോഷ് പവിത്രം ചേട്ടനെ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നത്. ഞാനല്ല പ്രൊഡ്യൂസർ ഞാനല്ല ഈ പടത്തിൻ്റെ, എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഞാനിതിൽ എല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ടിനു എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് ഫസ്റ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന മോൾക്ക് ഞാനായിട്ട് എപ്പോഴും വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നവരാണ്. രാവിലെയും വരും, ഉച്ചയ്ക്കും വരും, വൈകുന്നേരം വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആയാലും ടെക്നീഷ്യൻ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാം കുറേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പുള്ളി. അതെനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു ദിവസം 2 ദിവസം അല്ല, കുറേ ഇപ്പം ഞാൻ പറയാച്ചാൽ 1-2 വർഷമായിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിൽ പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്ട്രഗിളിൻ്റെ എല്ലാവിധ റിസൾട്ടുകളും ടിനുവിന് ഈ പടത്തിലൂടെ ലഭിക്കും. കാരണം നല്ല സ്ക്രിപ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് ഫുൾ കഴിഞ്ഞിട്ട് ആദ്യം എനിക്കാണ് മെയിൽ ചെയ്ത് തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, എൻ്റെ അറിവിൽ. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്ക്രിപ്റ്റാണത്. ഒരു വ്യത്യസ്തമായൊരു ഹൊറർ മൂവി ആയിരിക്കും. ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ പറയുന്ന കുറേ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യന്മാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഞാനും എൻ്റെ ഇതിനു മുന്നേ ചെയ്ത പല പടങ്ങളിലും പുതിയ ഡയറക്ടർമാർ, പുതിയ ക്യാമറാമാൻ, പുതിയ ആർട്ടിസ്റ്റുകൾ പലരും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു കൈ കൊടുക്കുമ്പോഴാണ് അവർക്ക് നാളേക്കുള്ളൊരു ഭാവിയിലേക്ക് അവർക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുക. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് പുതിയ ആളുകൾ സപ്പോർട്ട് ചെയ്യണത്. അതുകൊണ്ട് ടിനുവിനും ഈ ടീമിനും എല്ലാവിധ സപ്പോർട്ടുകളും. എന്തായാലും നല്ലൊരു സിനിമയായി വരട്ടെ. അതുപോലെ നാസർ ലത്തീഫ് എന്നെ കണ്ടിട്ട് നായകൻ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും നായകനായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതുകൊണ്ട് 2 തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരുന്നത്. ഞാനാണ് നായകൻ, ഞാനല്ല ഈ പടത്തിൻ്റെ നായകൻ, ഞാനാണ് പ്രൊഡ്യൂസർ, ഞാനല്ല ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. പക്ഷേ ഇത് എൻ്റെ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ സപ്പോർട്ടുണ്ടെങ്കിലും എല്ലാവിധ അനുഗ്രഹങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്ത നമുക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി പോളി വടക്കൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്ന എന്തായാലും ചടങ്ങുകൾ ഒരല്പം വൈകിയെങ്കിലും നമ്മുടെ ആങ്കർ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കയ്യടി എന്ന്. കാരണം ഈ ഹാളിൽ ഇത്ര ആൾക്കാരും ഉണ്ടായിട്ട് പോലും ആ കയ്യടിയുടെ, അതായത് ഇന്ന് നല്ലൊരു ദിവസമാണ്. ആമിൻ എന്ന് പറയുന്ന ടിനുവിൻ്റെ പടത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോൾ ടിനുവിനും ഇതിൻ്റെ ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ ആശംസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. ഇത് ടിനുവിന് കിട്ടുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആണ്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ ആദ്യമായിട്ട്, ഈ ടീം തന്നെ എല്ലാവരും പുതിയതാണ്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. സോഷ്യൽ മീഡിയാസിന്റെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കുന്ന മീഡിയാസും ഈ ഇരിക്കുന്ന കാണികൾ എല്ലാവരും കൂടെ അവരുടെ കുടുംബസമേതം വന്നാൽ ഉറപ്പായിട്ടും 100% ഈ സിനിമ സക്സസ്ഫുൾ ആക്കാം. അപ്പോൾ ഈ ആമിൻ്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും എല്ലാ ടെക്നീഷ്യന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്സ് ലോട്ട്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നമുക്ക് എം സജീഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടിനുവിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇന്ന് ചിറകുമുളക്കുകയാണ്. ടിനുവിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അതുപോലെ ഇതിൻ്റെ ഓളിനോളായ ബിസ്മിത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ സിനിമ ഒരു വലിയ വിജയം വരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. അടുത്തതായി നമുക്ക് നമ്മുടെ സ്വന്തം ശീതൾ ഷാനെ വേദിയിലേക്ക് ക്ഷണിക്കാം. കയ്യടി. എല്ലാവർക്കും നമസ്കാരം. ഒരു 3 വർഷം മുമ്പാണ് ഞാൻ ടിനുവിൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ട് ഞങ്ങളെ
കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യുകയും അവിടെ വെച്ചൊരു ഓഡിഷൻ നടക്കുകയും ചെയ്തു. വന്ന് എൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് കണ്ടിട്ട് ടീനു എന്ന് പറഞ്ഞു, ഞാൻ എടുക്കുന്ന ഒരു സിനിമയിൽ ഒരു അവസരം തരാമെന്ന്. അങ്ങനെ ടീനു ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്യുകയുണ്ടായി. ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അത് എനിക്ക് അവസരം ലഭിച്ചു. ഞങ്ങളത് ഷൂട്ട് ചെയ്തു കളമശ്ശേരിയിൽ വെച്ചിട്ട്. നടൻ ശ്രീജിത്ത് രവി, സുധീർ കറമ്പന എന്നിവരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു. അതിലുപരി ഞാൻ ചോദിച്ച പൈസ എനിക്ക് ടീനു തന്നു എന്നുള്ളതാണ്. ആ സിനിമ എന്തുകൊണ്ടോ നടന്നില്ല. ഈ സിനിമയിൽ എനിക്ക് വേഷമുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ടീനു വിളിച്ചു, ഞാൻ വന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന കയ്യടിയേക്കാൾ കൂടുതൽ തിയേറ്ററിൽ ടീനുവിൻ്റെ ഈ സിനിമയ്ക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൽ അഭിനയിക്കുന്നവരും ഇതിൽ ജോലി ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനും, ഇതിൻ്റെ പിന്നണിയിൽ എല്ലാ പ്രവർത്തിക്കുന്നവർക്കും, പ്രൊഡ്യൂസേഴ്സിനും, ടീനുവിനും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും, ഇതിൻ്റെ മേക്കപ്പ് എന്നെ ചെയ്തിട്ടുള്ള ചേട്ടൻ ഇവിടെ ഉണ്ട്, ജോസ് ചേട്ടൻ. അപ്പം എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരാണ്. ടീനു ആഗ്രഹിച്ച പോലെ തന്നെ ടീനുവിൻ്റെ പാഷൻ എന്താണ്, ആ ഒരു ആഗ്രഹം മുന്നേറട്ടെ. ഒരുപാട് സ്വപ്നം കാണാൻ ടീനുവിന് കഴിയട്ടെ. ഇനിയും സിനിമകൾ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഐ ആം ഇൻ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമുക്ക് നമ്മുടെ ആശംസകൾ പറയാനായി നമ്മുടെ സ്വന്തം രാജീവ് അങ്കമാലി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു സഹോദരൻ കൂടിയാണ് ടിനു. ഈ ടിനുവിൻ്റെ പടത്തിലേക്ക് ഓരോ ദിവസവും ഞങ്ങൾ വിളിക്കാത്ത ദിവസങ്ങളില്ല. നല്ലൊരു ദിവസത്തിന് വേണ്ടിയായി ടിനു കാത്തു നിന്നും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായ ടിനുവിനും ഈ പടത്തിൽ അഭിനയിക്കുന്നവർക്കും ടെക്നീഷ്യന്മാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി നമുക്ക് ബിസ്മിത് നിലമ്പൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അയാമിൻ എന്ന് പറയുന്ന ടിനുവിൻ്റെ വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള പുതിയ സംവിധായകർ, പുതിയ റൈറ്റേഴ്സൊക്കെ വരുന്ന സിനിമകൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ കഴിയുന്ന, ചിരിപ്പിക്കാൻ കഴിയുന്ന, പേടിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അയാമിൻ എന്ന് പറയുന്ന ഈ സിനിമ. തീർച്ചയായിരിക്കും എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ടിനു ഈ സിനിമ അണിയിച്ചൊരുക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി നമ്മുടെ സ്വന്തം സിനിമയുടെ ഡയറക്ടറായ നമ്മുടെ സ്വന്തം ടിനു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ടിനു ചേട്ട വേദിയിലേക്ക് ഒരു ആശംസയും അതോടൊപ്പം തന്നെ ഒരു നന്ദിയും. സോറി, അതിനു മുമ്പ് നമുക്ക് വിഷ്ണുവിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹലോ, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ടിനുവിനെ പരിചയപ്പെടുന്നത് ഏകദേശം 2009 അതിന് എനിക്ക് ഫേസ്ബുക്കിലാണ് ഒരു മെസ്സേജ് അയക്കും, ചേട്ടാ എനിക്ക് ഒരു ഷോർട്ട് ഫിലിം കിട്ടും എന്ന് പറഞ്ഞൊരാഗ്രഹം. അപ്പം അന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. സ്കില്ല് ചെയ്യും, കുറച്ച് അല്ലറ ചില്ലറ വീഡിയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഇവരാദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഒരു കഥ പറയുന്നത്. ഒരു നല്ല തീമുള്ളൊരു കഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കുറച്ച് മരക്ക് കൂട്ടി അത് ഓൺ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ അതെല്ലാം പിടിച്ചെല്ലാം കഴിഞ്ഞു. ഏകദേശം അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ് പോകുന്നത്. ആ സമയത്ത് അതിൻ്റെ ഫൂട്ടേജ് ഹാർഡ് ഡിസ്ക് വഴി കംപ്ലൈൻ്റ് ആയി. അതൊരു വലിയൊരു നഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം നല്ലൊരു ഫൂട്ടേജ് ഉണ്ടാകുന്നത് നഷ്ടപ്പെട്ടു. ആ ഫൂട്ടേജ് നഷ്ടപ്പെട്ടതിന് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ നിന്ന് അവൻ കുറച്ച് ഷോട്ടുകൾ ഉണ്ടാക്കി ആ വീഡിയോ അവൻ ഇറക്കി. അത് പുറത്ത് റിലീസ് ചെയ്തൊന്നുമില്ല, അപ്ലോഡ് ചെയ്യുകയൊന്നും ചെയ്തില്ല. പക്ഷെ അവൻ അതിൻ്റെ ഒരു ഔട്ട് അവൻ അന്ന് ഇറക്കിയാണ്. അന്ന് എനിക്ക് മനസ്സിലായതാണ് അവന് ഇത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത്.
അപ്പം അതേപോലെ ഒരാൾ കൂടി എനിക്ക് ഇതിനകത്ത് പരിക്കേതി കണ്ടിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അന്ന് വീഡിയോ ചെയ്ത ഒരു ടോണി എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ടാവും. ആള് മരണപ്പെട്ട് ആളെ ഈ ഒരു സമയത്ത് നമ്മൾ സ്മരിക്കുകയാണ്. കാര്യം എൻ്റെ കൂടെ തന്നെ അവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ക്യാമറയിൽ പിടിച്ച് തുടങ്ങിയത് ടോണിച്ചൻ്റെ കൂടെയാണ്. നാളെ ഈ ഒരു അവസരത്തിൽ സ്മരിക്കാം. പിന്നെ ഈ സിനിമയിൽ എല്ലാവിധ ആശംസകളും നേരുന്നത് ടിനൂര് മാത്രമല്ല അതിൻ്റെ എല്ലാ ക്രൂസിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മുടെ നന്ദി പറയാനായിട്ട് നമ്മുടെ സ്വന്തം ഡയറക്ടർ ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ടിനു ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യാം സ്റ്റേജിലേക്ക്. പ്ലീസ് വെൽക്കം ചേട്ടാ. അവിടെ ചേട്ടന് ഭയങ്കര വണ്ടിയാണ് സ്റ്റേജിലേക്ക് വരാനായിട്ട്. ഡയറക്ടറെ ഇങ്ങനെ മാറി നിൽക്കാമോ? ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് മാറി നിന്നത്. ഞങ്ങളുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. ആദ്യമേ പറയുന്നു, ചായ കേക്ക് ഉണ്ട്, കഴിച്ചിട്ട് പോകണം, ചിലർ പോകുന്നുണ്ട്. ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ ഗുരുനാഥന്, കുട്ടനാടൻ മാർപ്പാപ്പ മാർഗം കളിയുന്ന ഈ സിനിമകളുടെ സംവിധായകൻ ശ്രീജിത്ത് വിജയൻ. ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പുതിയത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് കാരണം ജസ്റ്റ് ഒന്ന് പോയി. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത് സന്തോഷ് പവിത്രം, സെവൻസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ആത്മകഥ അങ്ങനെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത സന്തോഷ് പവിത്രം. ഞാൻ ആദ്യമായിട്ട് തിരക്കഥ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. 2 തിരക്കഥയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ആദ്യത്തെയും രണ്ടാമത്തെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ എല്ലാവരും കണ്ടു, ഐ എം ഇൻ. ഇതിൻ്റെ വൺലൈൻ ഞാൻ ഡയാന ഹമീദ് എൻ്റെ നായികയോടാണ് പറഞ്ഞത്. മൊത്തം അത് തുടക്കം മുതൽ തീരുന്നിടം വരെ ശ്രദ്ധയോടെ കേട്ട് ആ കഥ നന്നായിട്ട് ഉൾക്കൊണ്ട് നമുക്ക് ചെയ്യാം എന്ന ഉറപ്പ് തന്ന എൻ്റെ നായികക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് മെൽബിൻ കുരിശിങ്കലാണ്. ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ഓശാന എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറമാൻ മെൽബിൻ കുരിശിങ്കൽ. അധികം ആൾക്കൂട്ടത്തിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് മെൽബിനാണ് നമ്മുടെ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ നമുക്ക് അല്പം പേടിയുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമയായിരിക്കും. മരണമാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. മരണപ്പെട്ട ആത്മാക്കളെ കുറിച്ച് കഥ പറയുന്ന ഒരു ചെറിയ സിനിമയാണ്. ഐ എം ഇൻ എന്ന് പറയുന്ന, ഞാൻ അകത്തുണ്ട് എന്നാൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ ആളുകളെല്ലാം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുന്ന ചെറിയൊരു ടാഗ്ലൈൻ കൊടുക്കുന്ന ഒരു കുഞ്ഞ് സിനിമയാണ്. അപ്പോൾ ഈ സിനിമ പോലെ തന്നെ മറ്റ് എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ സിനിമ ടൈറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി.